കുട്ടീസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ വരുന്ന ജൂലൈ 28-ാം തീയതിയാണ് നമ്മുടെ GIB എക്സാം. 2 ചാപ്റ്റേഴ്സ് ആണ് സോളജിയിൽ നിന്നുള്ളത്. ആദ്യത്തേത് ലിവിംഗ് വേൾഡ്, രണ്ടാമത്തേത് ആനിമൽ കിങ്ഡം. ശരിക്കും നിങ്ങൾക്ക് പഠിച്ചാൽ ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് ലിവിംഗ് വേൾഡ് ചാപ്റ്റർ അല്ലേ. വളരെ ചെറിയൊരു ടോപ്പിക്കാണ് അവിടെ ഉള്ളത്. എങ്കിലും നിങ്ങളെ കുറച്ചെങ്കിലും കൺഫ്യൂസ് ചെയ്യാൻ അവിടെ പറ്റുക ടാക്സോണമിക് ഹൈറാർക്കികൾ നമ്മൾ പഠിക്കുമ്പോഴാണ്. കാരണം ഇവിടെ കുറേ പേരുകൾ നമ്മൾ പഠിക്കണമല്ലേ. നമ്മൾ ടാക്സോണമിക് ഹൈറാർക്കിയിൽ ഒരു ഓർഗാനിസത്തിനെ പറയുമ്പോൾ അതിൻ്റെ സ്പീഷ്യസ് നെയിം, അതിൻ്റെ ജീനസ് നെയിം, ഫാമിലി, അതിൻ്റെ ഓർഡർ, ക്ലാസ്, ഫൈലമോ ഡിവിഷൻ ആൻഡ് കിങ്ഡം നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ശരിക്കും അത് മനസ്സിലാക്കി തരാൻ വേണ്ടി NCERT-യിൽ നമുക്ക് 1.1 എന്ന് പറയുന്ന ഫസ്റ്റ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ടേബിൾ എങ്ങനെ ഈസിലി ഡീകോഡ് ചെയ്ത് പഠിക്കാമെന്നാണ് ഇന്ന് മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ടേബിളിൽ നമ്മുടെ ഈ ഫ്രണ്ട് നിൽക്കുന്ന ഈ ടേബിൾ 1.1-ൽ 4 ഓർഗാനിസംസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് മാൻ, രണ്ടാമത് ഹൗസ് ഫ്ലൈ, മൂന്നാമത് മാങ്കോ, നാലാമത് വീറ്റ്. ഈ 4 ഓർഗാനിസത്തിൻ്റെയും ജീനസ് നെയിമും ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലമോ ഡിവിഷൻ. അപ്പൊ നിങ്ങൾ ഇവിടോട്ട് നോക്കി കോമൺ നെയിം ആദ്യം കൊടുത്തിരിക്കുന്നു. അത് കഴിയുമ്പോൾ ഇവരുടെ സയന്റിഫിക് നെയിം, ബയോളജിക്കൽ നെയിം കൊടുത്തിരിക്കുന്നു. പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഏതൊക്കെയാ മക്കളെ? ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലമോ ഡിവിഷൻ, എല്ലാ ടാക്സോണമിക് ഹൈറാർക്കി. അപ്പോൾ ഈ കോളം നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റും. ജസ്റ്റ് മെമ്മറൈസ് ദാറ്റ്. ഇനി നമ്മൾ ഓരോ ഓർഗാനിസത്തിനെ എടുക്കുന്നു, അതിനെ സിംപ്ലിഫൈഡ് ആയിട്ടൊന്ന് പഠിക്കാൻ പോവുകയാണ്. അപ്പൊ ആദ്യം നമുക്ക് മാനിൽ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാം അറിയാം മാന്റെ സയന്റിഫിക് നെയിം എന്താണ്? ഹോമോ സാപ്പിയൻസ്. അതിലെ ഹോമോ എന്ന് പറയുന്ന വാക്കിനർത്ഥം ജീനസ് നെയിം ആണ്. സോ ജീനസ് ഫില്ല് ചെയ്തു. സാപ്പിയൻസ് ഈസ് ദ സ്പീഷ്യസ്. ഹോമോ എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അവരുടെ ഫാമിലി വരുമ്പോൾ AEയിൽ എൻഡ് ചെയ്യുന്ന ഹൊമിനിഡേ, ഹോമോ സ്റ്റാർട്ട് ചെയ്യുന്ന ഹൊമിനിഡേ ഫാമിലിയാണ് അവർ വരിക. ആൻഡ് ദെൻ വി ഗോ ടു ദ ലാസ്റ്റ് പാർട്ട്. ലാസ്റ്റിൽ നമുക്ക് തന്നിരിക്കുന്ന ഫൈലമോ ഡിവിഷൻ. നിങ്ങൾക്ക് അറിയാം നമ്മൾ എല്ലാ ഹ്യൂമൻസും വരുന്നത് കോഡേറ്റ, നട്ടിലുള്ള ജീവികളാണ് ഫൈലം കോഡേറ്റ. അതിൽ തന്നെ മാമറി ഗ്ലാൻഡ് ഉള്ള ക്ലാസ് മാമേലിയയിൽ വരുന്നു. ഇനി ആകെ ഫില്ല് ചെയ്യാനുള്ളത് ഓർഡർ ആണ്. ആൻഡ് വി നോ ദാറ്റ് വി ആർ പ്രൈമേറ്റ്സ് അല്ലെ. മരത്തിൽ വലിഞ്ഞു കയറുന്ന അർബോറിയൽസ് ആണ് വിച്ച് ഇസ് പ്രൈമേറ്റ്. സോ ആദ്യത്തെ കോളം നമ്മൾ മാൻഡ് പഠിച്ചു കഴിഞ്ഞു. സിമ്പിൾ അല്ലേ? ഇനി ഇതേ ട്രിക്ക് യൂസ് ചെയ്ത് നമുക്ക് മസ്ക ഡൊമസ്റ്റിക്ക, നമ്മുടെ ഹൗസ് ഫ്ലൈ പഠിക്കാം. ഹൗസ് ഫ്ലൈ സയന്റിഫിക് നെയിം ഈസ് മസ്ക ഡൊമസ്റ്റിക്ക. മസ്ക എന്ന് പറയുന്ന ജീനസ് ആണ്, ഡൊമസ്റ്റിക്ക എന്ന് പറയുന്നത് സ്പീഷ്യസ് ആണ്. ആൻഡ് മസ്കയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പറയാം ഫാമിലി നെയിം ഈസ് മസ്കിഡേ. AEയിൽ എൻഡ് ചെയ്യുന്ന മസ്കിഡേ ഫാമിലി. ഇനി നമ്മൾ ഏറ്റവും ബാക്ക് എന്ന് വരുന്നു. ഇവർ വരുന്ന ഫൈലം, ഈച്ച വരുന്ന ഫൈലം ഏതാണ്? ആർത്രോപോഡേ ആണ് അല്ലെ. ജോയിന്റഡ് അപ്പൻഡേജസ് ഉള്ള ആർത്രോപോഡയാണ്. അതിൽ തന്നെ ഇവർ ഇൻസെക്ട്സ് ആണ്. കാരണം ഇവർക്ക് 3 പെയർ ലെഗ്സ് ഉണ്ട്, ഇൻസെക്ട്സ് ആണ്. ആൻഡ് ഇവർക്ക് 2 പേര് വിങ്സ് വെച്ച് ഫ്ലൈ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഇവർ വരുന്ന ഓർഡർ ഡിപ്റ്ററ ഓർഡർ ആണ്. ഈ ഡിപ്റ്ററ ആദ്യമായിട്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പൊ ഇത് ഓർക്കാൻ വേണ്ടി മിസ് ഒരു കുഞ്ഞു കോഡ് ഇവിടെ വരയ്ക്കുകയാണ്. ഒരു ഈച്ച വന്ന് ഒരു വിളക്കിന്റെ മുകളിൽ ഇരിക്കുകയാണ് ദിയ. ഈച്ച മസ്ക ഡൊമസ്റ്റിക്ക, മസ്കിഡേ, DIA. D is Diptera, order, I insecta which is class and A arthropoda which is phylum. സിമ്പിൾ ആയില്ലേ? ഇനിതാ നമ്മൾ നോക്കാൻ പോകുന്നത് 2 പ്ലാന്റ് ഫാമിലീസ് ആണ്. 2 പ്ലാന്റ്സ് ആണ് ഇവിടെ നമുക്കുള്ളത്, മാംഗോയും വീറ്റും. അപ്പൊ ആദ്യം നമുക്ക് മാംഗോയിൽ തുടങ്ങാം. മാൻചിഫറ ഇൻഡിക്ക, നിങ്ങൾക്ക് അറിയാവുന്ന സയന്റിഫിക് നെയിം ആണ്. മാൻചിഫറ എന്ന് പറയുന്നത് ജീനസ് ആണ്, ഇൻഡിക്ക എന്ന് പറയുന്നത് സ്പീഷ്യസ് ആണ്. ഇനി നമ്മൾ നോക്കുന്നത് ഏറ്റവും ബാക്ക് എന്നാണ് അല്ലേ മക്കളെ. അപ്പൊ ഇവർ വരുന്ന ഡിവിഷൻ, ഇവർ ഫൈല അല്ല, ഇവർ പ്ലാന്റ്സ് ആയതുകൊണ്ട് ഡിവിഷൻ ആണ്. ഡിവിഷൻ ഏതാണ്? പൂക്കുന്ന ചെടികൾ, ആൻജിയോസ്പെർമ എന്ന് പറയുന്ന ഡിവിഷനിൽ വരുന്നു. ആൻഡ് ഇവരുടെ സീഡ് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ സീഡിനകത്ത് 2 കോട്ടിലിഡൻ കാണും. സോ ദേ ആർ ഡൈകോട്ടിലിഡൻസ്. ഈ 2 കാര്യം നമുക്ക് ഫില്ല് ചെയ്യാം. ഇനി നമ്മൾ കേട്ടിട്ടില്ലാത്ത 2 പേരുകളാണ് ഇതിന്റെ ഫാമിലിയും ഓർഡറും. അപ്പൊ അത് ഓർക്കാൻ വേണ്ടി ദേ ഒരു കോഡാണ് ആം ഷേക്ക്. ആം എന്ന് പറഞ്ഞാൽ അനാകാർഡിയേഷി ആൻഡ് ദേ കംസ് ഇൻ ദ ഓർഡർ സാപ്പിൻഡൈൽസ്. അനാകാർഡിയേഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഷ്യൂ ഫാമിലി എന്നാണ് അർത്ഥം. ആൻഡ് സാപ്പിൻഡൈൽസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ കറ സോപ്പ് പോലെയാണ്. ദാറ്റ് ഇസ് വൈ ഇറ്റ്സ് കോൾഡ് സാപ്പിൻഡൈൽസ്. അപ്പൊ ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ലാസ്റ്റ് ആളുടെ വീറ്റ്. വീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് ട്രിറ്റിക്കം ഏസ്റ്റിവം. ഇതിൽ ട്രിറ്റിക്കം എന്ന് പറയുന്നത് ജീനസ് ആണ്, ഏസ്റ്റിവം എന്ന് പറയുന്നത് സ്പീഷ്യസ് ആണ്. ഇനി നമ്മൾ നോക്കുന്ന ബാക്ക് സൈഡിൽ നിന്നാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവരുടെ ഡിവിഷൻ ഏതാണ്? നിങ്ങൾക്കറിയാം ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. സോ ദേ ആർ ആൻജിയോസ്പേംസ്. അതിൽ തന്നെ ഇവർ ഒറ്റ കോട്ടിലിഡനുള്ള മോണോ കോട്ടിലിഡൻസ് ആണ്. അപ്പൊ ക്ലാസ്സും ഫില്ല് ചെയ്തു. ഇനി നമുക്ക് അറിഞ്ഞൂടാത്തത് 2 ആൾക്കാരെയാണ്, എഗെയിൻ ഫാമിലി ആൻഡ് ഓർഡർ.
ഇത് പഠിക്കാൻ വേണ്ടി നമുക്ക് ആലോചിക്കാം പി പൊറോട്ട നമുക്ക് വീട്ടിൽ വെച്ച് പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും. യെസ്, ആൻഡ് ഇവിടെ വരുന്ന ഫാമിലി എന്ന് പറയുന്നത് പൊയേസിയെ എന്ന് പറയുന്ന ഫാമിലിയും പോൾസ് എന്ന് പറയുന്നതാണ് ഓർഡർ. ഇതിൽ ഫാമിലി ഓർക്കാൻ എഗെയിൻ സിമ്പിൾ ആണ്. എല്ലാ ഫാമിലി നെയിമും എൻറ്റർ ചെയ്യുന്നത് AEയിലാണ്. സോ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ് വിത്ത് എനി ഓഫ് ദീസ് വേർഡ്സ്. നിങ്ങൾക്ക് ഇനി സിമ്പിൾ ആയി തന്നെ ഈ ചാർട്ട് ഓർത്തിരിക്കാൻ പറ്റും. അപ്പൊ ഇതുപോലെ വേറെയും ഈസി ട്രിക്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ പ്രിപ്പയർ വെൽ ഫോർ യുവർ എക്സാം. ഓൾ ദി ബെസ്റ്റ്.